വയനാട് ദുരന്തം ഒരു നികത്താൻ പറ്റാത്ത വേദനയാണ് അത്. അപ്പോൾ ക്യാമ്പുകളിൽ ബാക്കി വന്ന കുറേ പ്രാണങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫുഡും വസ്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നേരിട്ട് അവരുടെ കൈകളിലേക്ക് തന്നെയാണ് ചെന്നെത്തുന്നത്. അപ്പോൾ ഒരുപാട് കാശ് വരുന്നുണ്ട്. അതായത് ലക്ഷങ്ങളും കോടികളും ഒക്കെ മുടക്കുന്നത് അതെല്ലാം ഒരു ഫണ്ടുകളിലേക്ക് ദുരന്ത നിവാരണ ഫണ്ടുകളിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ ഇതൊക്കെ അവരുടെ കൈകളിലേക്ക് നേരിട്ട് എത്തുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. എൻ്റെ ഒരു സംശയമാണ്, ചിലപ്പോൾ എത്തുന്നുണ്ടാവാം. പക്ഷേ എൻ്റെ ഒരു സംശയം കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ 2 ആഴ്ചയോളം ഒരു പക്ഷേ ഈ ഒരു വാർത്ത ഇങ്ങനെ ചൂടുള്ള വാർത്തയായിട്ട് ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞാൽ ആ മണ്ണ് ഉണങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ക്യാമ്പുകളിലൊക്കെ താമസിക്കുന്നവർ എന്തായാലും വീണ്ടും അവിടേക്ക് തന്നെ പോകും. അവരുടെ എല്ലാം അവിടെയാണ്. അപ്പോൾ ഒരു 2 തകരയും ഒരു ഷീറ്റും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ പഴയ ജീവിതം അവിടെ തന്നെ തുടരും. കാര്യം ഈ കിട്ടിയ ഫണ്ടിൽ നിന്ന് ചിലപ്പോൾ 50,000 1 ലക്ഷമൊക്കെ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല സ്ഥലം മേടിച്ച് വീട് വെച്ച് അവിടെ താമസിക്കാനെന്നുള്ള സെറ്റപ്പ് ഈ ഒരു ഇത്ര പൈസ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ പിന്നീട് എന്താണ് എന്ന് അന്വേഷിച്ച് പോകുന്നവർ വളരെ ചുരുക്കമായിരിക്കും. ഇവർ വീണ്ടും പഴയ ജീവിതം തന്നെ തുടരുമെന്നുള്ളത്. കാര്യം ഒരുപാട് ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവർ ഇപ്പോഴും ക്യാമ്പിൽ താമസിക്കുന്നവരുണ്ട്. പലരും അവരുടെ ദുരിതങ്ങൾ ഷെയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഈ ഫണ്ടൊന്നും കിട്ടിയിട്ടില്ല, ഒരുപാട് കാലം കഴിഞ്ഞ് കിട്ടുമ്പോൾ തന്നെ അതൊക്കെ കിട്ടുമെന്ന് കാത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്, ഈ ഫണ്ടെല്ലാം അവർക്ക് അവരുടെ കൈകളിലേക്ക് തന്നെ എത്തി